തെരുവനായ വിഷയത്തിൽ മലക്കുമറിഞ്ഞ് സുപ്രീം കോടതി. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട വിമർശനങ്ങളെ താൻ മാനിക്കുന്നുവെന്നും വിധി വീണ്ടും പുനർപരിശോധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഉറപ്പു നൽകി. ഒരു ഹർജി പോലുമില്ലാതെ ഡിവിഷണൽ ബെഞ്ച് തീരുമാനം പുനർപരിശോധിക്കാൻ മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സ്വമേധയാ തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നും തെരുവുകൾ പട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലപാട് ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുകയാണ്. മുൻപ് ശബരിമല വിഷയം വന്നപ്പോൾ തന്നെയും ഇതുപോലെ ഡിവിഷണൽ ബെഞ്ച് സ്വമേധയാ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. അത് പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. എന്തായാലും പട്ടികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം. തെരുവിൽ നിന്നും നായകളെ ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഒരുപാട് എതിർപ്പുകൾ ഉടലെടുത്തതോടുകൂടി തന്നെ അത് മാനിച്ചുകൊണ്ടാണ് ഈ തീരുമാനം പുനർപരിശോധിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നായകളുടെ കടിയേറ്റും പേവിഷബാധയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ തെരുവു നായകളെയും പാർപ്പിട പ്രദേശങ്ങളിൽ നിന്നും ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉത്തരവിട്ടത്. ഇത് സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ഈ വിഷയം ഉന്നയിക്കുകയും തെരുവു നായകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും അതുപോലെ തന്നെ അത് തടയുകയും നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തത് മുൻ കോടതി ഉത്തരവിനെ കുറിച്ച് ചീഫ് ജസ്റ്റിസിനെ ധരിപ്പിക്കുകയും ചെയ്തതോടെയാണ് ചീഫ് ജസ്റ്റിസ് ഇത് പുനർപരിശോധന നടത്തുമെന്ന് മറുപടി നൽകിയിരിക്കുന്നത്. ഇത് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം 2024 മെയ് മാസത്തിലെ ജസ്റ്റിസ് JK മഹേശ്വരയുടെ ബെഞ്ചിന്റെ ഒരു ഉത്തരവിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവർ സമാനമായ ഹർജികൾ ഹൈക്കോടതിയിൽ അയച്ചിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പ പ്രകടിപ്പിക്കുന്നത് ഒരു ഭരണഘടനാ മൂല്യമാണ് എന്നും നിരീക്ഷിക്കുകയും ചെയ്തു. വർദ്ധിച്ചു വരുന്ന നായ കടിയേറ്റ കേസുകളെ കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകൾ അത് കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ JB പർദിവാൽ അതുപോലെ R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചതും. നായകളിൽ നിന്ന് മുക്തമായ പ്രദേശം ഉറപ്പാക്കാൻ എല്ലാ മാർഗങ്ങളും നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്നും അങ്ങനെയാണ് കുട്ടികൾക്കും പ്രായമായവർക്കും സുരക്ഷിതത്വം അവർക്ക് ഉറപ്പാക്കാൻ സാധിക്കുക എന്നും നായപ്രേമികളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളോടോ ഹർജികൾ പരിഗണിക്കുന്നില്ല എന്ന് ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളിത് ഞങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നതെന്നും പൊതു താല്പര്യം മാനിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ചെയ്യുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. ആയതിനാൽ ഒരു തരത്തിലുമുള്ള വികാരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തരുത്, എത്രയും വേഗം നടപടി എടുക്കുകയും ചെയ്യണമെന്നായിരുന്നു ജസ്റ്റിസ് പർദേവാല വ്യക്തമാക്കിയത്. ഈ ഉത്തരവ് രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും ഉൾപ്പെടെയുള്ള മറ്റ് സമൂഹ വ്യക്തികളെല്ലാവരും തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. തിങ്കളാഴ്ചത്തെ ഉത്തരവ് പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ജോൺ എബ്രഹാം അടക്കം ചീഫ് ജസ്റ്റിസിന് അടിയന്തര അപ്പീൽ അയക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി ഉത്തരവിനെ വിമർശിച്ച് മേനക ഗാന്ധി രംഗത്ത് വന്നിരുന്നു. അവർ ഈ നടപടിയെ അപ്രായോഗിക തീരുമാനമെന്നതാണ് വിശേഷിപ്പിച്ചത്. ഡൽഹിയിൽ നിങ്ങൾക്ക് 3 ലക്ഷം നായകളുണ്ട് എന്ന് മേനക ഗാന്ധി പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ വെള്ളം, ഷെഡ്, കിച്ചൺ, വാച്ച്മാൻ എന്നിവ ഓരോന്നും ഇതിനായി തന്നെ വേണ്ടിവരും. ഇതിനായി ഏകദേശം 15,000 കോടി രൂപ ചിലവാകുമെന്നും അത്രയും പണം അവിടെ എടുക്കാനുണ്ടോ എന്നതായിരുന്നു മേനക ഗാന്ധി ചോദിച്ച ചോദ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.